കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റഫറി ജെ. ജയശ്രീ. കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റഫറി ജെ. ജയശ്രീ. നിലവിലെ കേരള ലോകായുക്ത എൻ. അനിൽകുമാർ. നിലവിലെ കേരള ലോകായുക്ത എൻ. അനിൽകുമാർ. സോനാമാർഗ് ടണൽ സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ. സോനാമാർഗ് ടണൽ സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ. 2025 AI ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഫ്രാൻസ്. 2025 AI ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഫ്രാൻസ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ മാർഗരേഖ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം കേരളം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ മാർഗരേഖ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം കേരളം. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നതെവിടെ? ബോൾഗാട്ടി. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നതെവിടെ? ബോൾഗാട്ടി. 2025 സ്കൂൾ ഒളിമ്പിക്സ് വേദി തിരുവനന്തപുരം. 2025 സ്കൂൾ ഒളിമ്പിക്സ് വേദി തിരുവനന്തപുരം. ലോക സുസ്ഥിര വികസന ഉച്ചകോടി 2025 നടന്ന രാജ്യം ഇന്ത്യ. ലോക സുസ്ഥിര വികസന ഉച്ചകോടി 2025 നടന്ന രാജ്യം ഇന്ത്യ. പഹൽഗാം ഭീകരാക്രമണം നടന്നത് 2025 ഏപ്രിൽ 22. പഹൽഗാം ഭീകരാക്രമണം നടന്നത് 2025 ഏപ്രിൽ 22. ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യ. ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യ. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച ഗ്രാമപഞ്ചായത്ത് മലയൻകീഴ് തിരുവനന്തപുരം. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച ഗ്രാമപഞ്ചായത്ത് മലയൻകീഴ് തിരുവനന്തപുരം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ പിണറായി വിജയൻ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ പിണറായി വിജയൻ. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ വിമാനത്താവളം നവി മുംബൈ. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ വിമാനത്താവളം നവി മുംബൈ. ചെനാബ് റെയിൽവേ പാലം രാജ്യത്തിന് സമർപ്പിച്ചത് 2025 ജൂൺ 6. ചെനാബ് റെയിൽവേ പാലം രാജ്യത്തിന് സമർപ്പിച്ചത് 2025 ജൂൺ 6. പ്രഥമ ഖേലോ ഇന്ത്യ ജല കായികമേളയുടെ വേദി ശ്രീനഗർ. പ്രഥമ ഖേലോ ഇന്ത്യ ജല കായികമേളയുടെ വേദി ശ്രീനഗർ. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8. 2025 കേരള ക്രിക്കറ്റ് ലീഗ് കിരീട ജേതാക്കൾ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. 2025 കേരള ക്രിക്കറ്റ് ലീഗ് കിരീട ജേതാക്കൾ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സായി നിയമിതനായത് TCA കല്യാണി. 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സായി നിയമിതനായത് TCA കല്യാണി. 2025 രമൺ മാഗ്സസെ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സംഘടന എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി. 2025 രമൺ മാഗ്സസെ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സംഘടന എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി. നിലവിലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ്. നിലവിലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ്. ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ. ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ. നിലവിലെ ഇന്ത്യയുടെ രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ നാരായൺ സിംഗ്. നിലവിലെ ഇന്ത്യയുടെ രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ നാരായൺ സിംഗ്. 2025 സാഫ് അണ്ടർ 19 ഫുട്ബോൾ ജേതാക്കൾ ഇന്ത്യ. 2025 സാഫ് അണ്ടർ 19 ഫുട്ബോൾ ജേതാക്കൾ ഇന്ത്യ. ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നട്ടുപിടിപ്പിച്ച ചെടി സിന്ദൂർ. ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നട്ടുപിടിപ്പിച്ച ചെടി സിന്ദൂർ. 34ാമത് പത്മരാജൻ പുരസ്കാരത്തിൽ മികച്ച നോവലിസ്റ്റിനുള്ള പുരസ്കാരം നേടിയ S. ഹരീഷിൻ്റെ നോവൽ പട്ടുനൂൽപ്പുഴു. 34ാമത് പത്മരാജൻ പുരസ്കാരത്തിൽ മികച്ച നോവലിസ്റ്റിനുള്ള പുരസ്കാരം നേടിയ S. ഹരീഷിൻ്റെ നോവൽ പട്ടുനൂൽപ്പുഴു. ഏറ്റവും പുതിയതായി ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഭാഷകൾ മറാത്തി, ആസാമീസ്, ബംഗാളി, പാലി,
പ്രാകൃതി. ഏറ്റവും പുതിയതായി ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഭാഷകൾ മറാത്തി, ആസാമീസ്, ബംഗാളി, പാലി, പ്രാകൃതി. 2025 പത്മശ്രീ ലഭിച്ച മലയാളികൾ: IM വിജയൻ, കെ ഓമനക്കുട്ടി അമ്മ. 2025 പത്മശ്രീ ലഭിച്ച മലയാളികൾ IM വിജയൻ, കെ ഓമനക്കുട്ടി അമ്മ. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് നിഥിൽ മധുകർ ജാംദർ. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് നിഥിൽ മധുകർ ജാംദർ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. സാമൂഹ്യനീതി വകുപ്പിൻ്റെ പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ട്രാൻസ്ജെൻഡേഴ്സ്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ട്രാൻസ്ജെൻഡേഴ്സ്. ആരുടെ പുസ്തകമാണ് ദ എമർജൻസി ഡയറീസ്? നരേന്ദ്രമോദി. ആരുടെ പുസ്തകമാണ് ദ എമർജൻസി ഡയറീസ്? നരേന്ദ്രമോദി. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. ഗൂഗിൾ ക്ലൗഡ്സിൻ്റെ ആഗോള CEO ആയ മലയാളി തോമസ് കുര്യൻ. ഗൂഗിൾ ക്ലൗഡ്സിൻ്റെ ആഗോള CEO ആയ മലയാളി തോമസ് കുര്യൻ. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഈ അടുത്തിടെ പിന്മാറിയ രാജ്യം അമേരിക്ക. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഈ അടുത്തിടെ പിന്മാറിയ രാജ്യം അമേരിക്ക.